ആരും കാണുന്നില്ലല്ലോ. അവൻ പുറത്തയാൾ ചിരിക്കുകയാണ്, പക്ഷേ അഗാധമായ ദുഃഖത്തിൽ നിന്നാണ് ആ ചിരി വരുന്നത്. അയാൾ ബഷീർ വായിച്ച ഒന്നാമത്തെ അതിരെന്ന് പറയുന്നത് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഭാവന എന്ന് നമുക്ക് പിടുത്തം കിട്ടുക. വല്ലാത്തൊരനുഭവമാണ്. ഇപ്പൊ ഞാനത് ചെറിയൊരു കഥ, അധികം പ്രസിദ്ധമില്ലാത്തൊരു കഥ. അദ്ദേഹം ഇങ്ങനെ ഒരു വിശന്ന മനുഷ്യൻ. അക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിശപ്പായിരുന്നു, ഭൗതികമായ വിശപ്പായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചത്. അന്നാണ് ഇയാളുടെ കാലിൽ ഒരു ആണി കയറുന്നത്. ഇയാൾ ദൈവത്തോട് എന്നെ തന്നെ ഞാൻ അവസരമാണ്, ഞാനിങ്ങനെ വിശന്നിരിക്കുകയാണ്, എൻ്റെ കാലിൽ ആണി കയറുകയാണ്. അപ്പോൾ അയാൾ കല്ലിലെടുത്തിട്ട് ആണി ഇങ്ങനെ പറിച്ചു വെക്കുമ്പോൾ അതൊരു സ്വർണ്ണ ആണിയായിരുന്നു. അന്തരീക്ഷം മാറുകയാണ്. നേരെ തട്ടാൻ്റെ കടയിൽ ജ്വല്ലറി കൊണ്ട് കൊടുത്ത് അതിന് പൈസ വാങ്ങി ഗംഭീര ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചുകൊണ്ട് പോകുന്നൊരു കഥാപാത്രം. ശരിക്കും ബഷീറിന്റെ കാലം ആണി കയറിയിട്ടുണ്ട്. അത് ഇരുമ്പാണി. കഥയിൽ ഇരുമ്പാണി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കാരും ഇഷ്ടപ്പെടില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. കഥയിൽ വിളക്ക് വന്നു കഴിഞ്ഞാൽ അത് മാന്ത്രിക വിളക്കായിരിക്കും, അത്ഭുതങ്ങളുണ്ടായിരിക്കും. കഥയിൽ സാധാരണ വടി ഉണ്ടാവില്ല, മാന്ത്രിക വടി ഉണ്ടാവും. കഥയിൽ സാധാരണ പരവതാനില്ല, പറക്കും പരവതാനിയാണ്. പ്രഭാത ഭാഷ കഥയുണ്ട്, പറക്കും പരവതാനി. നമ്മൾ അസ്വസ്ഥമായ ജീവിതത്തൊക്കെ അതാണ്. ഒരു പരവതാനി കയറിയാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ട് എത്താൻ പറ്റില്ല, എന്തൊരു സന്തോഷമായി. നമ്മളെ മോഹങ്ങളാണ്, നിങ്ങളെ സങ്കല്പങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ ഏടിയോരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഭാവനയുടെ ഒരു 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 മിന്നൽ, ഒരു ചെറിയ അംശം അദ്ദേഹം ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയാതെ. എങ്ങനെയാണ് അദ്ദേഹത്തിന് പോലും അറിയില്ല. അതുകൊണ്ട് ശരി ഏതാണ്, ഭാവന ഏതാണ്, സങ്കല്പം ഏതാണ്, യാഥാർത്ഥ്യം ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ രാജഗോപാൽ പറഞ്ഞത്. ഇപ്പൊ ഭക്ഷണം ആലോചിച്ച് മലയാളത്തിൽ അല്ലെ മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഒരൊറ്റ എഴുത്തുകാരനെ കുഞ്ഞു മക്കൾ 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാനതിനെ പോസിറ്റീവായിട്ട് കാണും. അയാൾക്ക് നെഗറ്റീവായിട്ട് കാണുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, അതിലെ ആട് വരുന്നു, പാത്തം വരുന്നു, അതിലെ പിന്നെ ഒറ്റ കണ്ട പോക്കർ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ സമൂഹത്തിന് പരിശോധന വരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും വലിയ കഥാപാത്രം അയച്ച ബഷീറിന്റെ കഥ പറഞ്ഞ് ചങ്ങാതി വലിയ കഥയായി തീർന്നിരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ബഷീർ എന്ന് പറഞ്ഞ ഒരാള് എഴുത്തുകാരനെ എല്ലാം ജീവിച്ചിരുന്ന ഒരാളല്ല, മറിച്ച് എന്താണ് അത്യസാധാരണമായിട്ടുള്ള ഒരു സവിശേഷമായ വ്യക്തിത്വമുള്ള ഒരാളായിട്ട് പക്ഷെ മാറിത്തീരാം. അങ്ങനെ ബഷീർ ഫോക്ലോറായി തീരാം. അപ്പൊ അദ്ദേഹം വായിച്ചിരിക്കുന്ന ഒരു 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 അതിര് എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യമേത് അല്ലെങ്കിൽ ഈ സങ്കല്പമേത് നമുക്ക് തിരിച്ചു. കാരണം ലോകം വിശദീകരിച്ച് വളരെ വിശദീകരിച്ചു എല്ലാ ജോലിയും ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് വിജയ മാഷ് എന്ന് പറഞ്ഞത് അനുഭവങ്ങളുടെ ഭൂഖണ്ഡത്തിലൂടെ അലഞ്ഞ ഒരു ഒറ്റയാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അനുഭവത്തിന്റെ ഭൂഖണ്ഡത്തിലൂടെ ഇങ്ങനെ ഇളങ്ങനെ അലഞ്ഞ് സഞ്ചരിക്കുക. ഇങ്ങനെ സ്വാംശീകരിക്കപ്പെട്ട അഗാധമായ അറിവിന്റെ ചെറിയ തെളിച്ചങ്ങളാണ്. രണ്ടാമത് അദ്ദേഹം നിശ്ചയിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യത്തെ സംബന്ധിച്ചിടത്ത രൂപപരമായ ശാഠ്യങ്ങളുണ്ടല്ലോ. ഞാൻ പറയണ്ട ഞാൻ നേരത്തെ ഒരാളോട് കലഹിച്ചിട്ടുണ്ട് ഒരു കാര്യം. സാഹിത്യത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഷീർ നോവലിസ്റ്റേ അല്ല. അതുകൊണ്ടാണല്ലോ സാഹിത്യത്തിന്റെ മാനദണ്ഡം ഈ പറയുന്ന ഭാരതീയ സൗന്ദര്യശാസ്ത്രയുടെ നോവലിനെ കുറിച്ചുള്ള സങ്കല്പം വെച്ച് കഴിഞ്ഞാൽ പാത്തുമ്മയുടെ ആടുന്ന വീട്ടിലെ കൊച്ചു വർത്തമാനങ്ങളല്ലേ. അങ്ങനെയാണ് ഉപ്പുപ്പാന്റെ കുയ്യാലകൾ എന്ന് പറയുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല. കുയ്യാലകൾ ഉണ്ടാക്കുന്ന എന്താ, അദ്ദേഹം ചെറിയ വളരെ ചെറിയ നോവൽ എന്ന് പറഞ്ഞ സങ്കല്പത്തിന്റെയൊക്കെ അപ്പുറത്തേക്ക് പോകുന്നതാണ്, ചെറിയതാണ്. നമ്മൾ ഈ പറയുന്ന അത് അനർക്കം വീഴ്ച കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കഥയാണ്, അത് കവിതയാണ്, അത് ഓർമ്മക്കുറിപ്പാണ്, അത് അനുസ്മരണങ്ങളാണ്, അത് മിനിക്കഥയാണ്. അതായത് രൂപപരമായ സാധ്യതയൊക്കെ എന്താ പറയുക അപ്പാടെ പൊളിച്ച് കളിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ എന്താണ് ഈ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ മുൻ കൽപ്പനകളൊക്കെ അദ്ദേഹം മാറ്റിത്തീർക്കുക. നേരത്തെ മാർക്സ് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഷയെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്. അതായത് നമുക്ക് ഭാഷയിൽ ഒരുപാട് അടലുകളുണ്ട്. അതിലൊന്ന് മാനക ഭാഷയാണ്, മറ്റൊന്ന് നമ്മുടെ സാധാരണ സംസാര ഭാഷയാണ്. നമ്മൾ സാമൂഹ്യ ഭാഷ പേരുന്നോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ പേരുന്നോ അല്ലെങ്കിൽ വ്യക്തി ഭാഷ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഈ ഭാഷകളുണ്ട്. ഇപ്പം ബഷീർ പറയുന്നത് എനിക്ക് അസ്തമയം നിന്ന് അറിഞ്ഞൂടാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. എനിക്ക് അസ്തമയത്തിന്റെ അടിയിൽ സാഹിത്യത്തിൽ ഏത് തായ ഉപയോഗിക്കണം എനിക്ക് അറിഞ്ഞൂടാ എന്ന് അദ്ദേഹം പറയും. ഭാഷയെ കുറിച്ച് അദ്ദേഹം പറയും. പക്ഷേ നമ്മുടെ ഈ നാട്ടുഭാഷയിൽ ഒരുപാട് ലൊട്ടെടുക്കുന്നവർക്ക് കൊസ്രാക്കൊള്ളി സ്ഥലത്തെ പ്രധാന ലിപിയോ ആ വാക്കുകളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അയാളെന്താണ് വല്ലാത്തൊരു നക്ഷത്രം, വല്ലാത്തൊരു സൗന്ദര്യമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതുവരെ അതായത് നമ്മുടെ സാഹിത്യത്തിൽ വെച്ചാൽ കേട്ട് പഴകുന്ന ഒന്നിനെ
ഇപ്പൊ നാട്ടുവിത്തിന് വീര്യം കുറേ നേരം, കാട്ടുവിത്ത് യോജിപ്പിച്ച് എന്താ വീര്യം കൂടുന്ന ഏർപ്പാട് ബോട്ടണിയിലുണ്ട്. അതുപോലെ എന്താണ് സാഹിത്യത്തിന്റെ പ്രയോഗത്തിനൊക്കെ വീര്യം, ഭയങ്കര സാഹിത്യത്തിലൊക്കെ സംസ്കൃതം ഉപയോഗിക്കണോ വലിയ വാക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്ന സമയത്താണ് സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതുകയാണ്. അതിനെക്കുറിച്ച് വിജയമാഷ് പറഞ്ഞ ഒരു അവസാനം പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാൻ തമാശ ഉണ്ട്. മുമ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ അനി അബ്ദുൽ ഖാദർ മാതാവെ അല്പം ശുദ്ധജലം തന്നാലെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പൊ അമ്മേനെ മാതാവ് എന്ന് വിളിച്ചുകൂടെ? അമ്മയ്ക്ക് ഒരുപാട് പദങ്ങളുണ്ട്. മാതാവ് എന്ന് വിളിക്കാം, മാതാശ്രീ മദർ എന്ന് വിളിക്കാം, മമ്മി എന്ന് വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിച്ച് ശീലിച്ചൊരു കുഞ്ഞ്, മമ്മി അല്ല എന്താ പറയാ അമ്മച്ചി എന്ന് വിളിച്ച് ശീലിച്ചൊരു കുഞ്ഞ്, ഉമ്മ എന്ന് വിളിച്ച് ശീലിച്ചൊരു കുഞ്ഞ്, അത് മാറ്റുന്ന സമയത്ത് ഈ ഭാവാർത്ഥത്തിൽ നിന്ന് പദാർത്ഥത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഉമ്മക്കൊന്നും മനസ്സിലായിട്ട് സ്കൂളിൽ പോകുന്നതിന് യാതൊരു പ്രശ്നമല്ല, കയ്യിൽ കടമണ്ണിന് അടിയടിക്കുന്നുണ്ട്. അത് എല്ലാ വ്യാകരണ പണ്ഡിതന്മാർക്കും ഭാഷാ പണ്ഡിതന്മാർക്കും ഒക്കെ അടിയെന്നാണ് വിജയമാഷ പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭാഷയിലെ തന്നെ ഏറ്റവും എന്താ പറയാ ഓർഗാനിക്കായ ജൈവമായ ഭാഷയിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ അത് നീശ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുത്തുകാരന്റെ രക്തം കൊണ്ട് എഴുതിയ വാക്കല്ലാണ്ട് ഞാൻ വിശ്വസിക്കില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബഷീറാണ്. എഴുത്തുകാരന്റെ രക്തം കൊണ്ട് എഴുതിയ വാക്കല്ലാണ്ട് ഞാൻ വിശ്വസിക്കില്ല. അയാളെ രക്തം കൊണ്ട് എഴുതി, ആ രക്തം കൊണ്ട് എഴുതിക്കൊണ്ടാണ് നമുക്കതെന്താണ് പെട്ടെന്ന് അസോസിയേറ്റ് പറ്റി പെട്ടെന്ന് നമ്മളെ ജീവിതത്തിലേക്ക് അത് മാഞ്ഞു കയറി വരുന്നത്. അങ്ങനെ ഇദ്ദേഹം എന്താണ് ഈ പല തലങ്ങളിലുള്ള പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള വിച്ഛേദം. കാരണം നമ്മളെ ഇപ്പം വിഷയം കൊടുക്കുന്നത് സ്കൂളൊക്കെ പ്രകൃതിയും മനുഷ്യനും. അപ്പൊ നമ്മളെ വിചാരം എന്താ വെച്ചാൽ ഈ പ്രകൃതിയിൽ ഇല്ലാത്ത ഒന്നാണ് എന്നുള്ള നമ്മുടെ ധാരണയുണ്ട്. പക്ഷെ ബഷീർ അതിന്റെ അതിർവരമ്പ് വെച്ച് അദ്ദേഹത്തെ കൃതികൾ നോക്കുക. പാത്തമ്മയുടെ ആട്, മാന്ത്രിക പൂച്ച, ഉപ്പുപ്പാക്കൽ ആനയുണ്ടായിരുന്നു, സർപ്പയജ്ഞം. അദ്ദേഹം വളരെ കുറഞ്ഞ കൃതികൾ തന്നെ എന്താണ് അദ്ദേഹം ഈ ജീവികളെയൊക്കെ മരങ്ങളെയും വൃക്ഷങ്ങളെയും പ്രകൃതിയൊക്കെ ചേർത്ത് നിർത്താൻ നേരത്തെ മാഷ് സൂചിപ്പിച്ചു. ഹജസുന്ദരി, ഞാൻ പുതപ്പ് തിന്നരുത്, ആടിനെ വിളിക്കുക. എന്തരാ അകത്തുള്ളായിരം എലികളുണ്ട്, കാക്കകളുണ്ട്, കോഴികളുണ്ട്. അങ്ങനെ തന്റെ വീട്ടിലെ ജീവികൾ അംഗങ്ങളെ പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഈ മനുഷ്യനും പ്രകൃതി തമ്മിലുള്ള അതിരുകളെ അദ്ദേഹം എന്താണ് വിച്ഛേദിക്കുന്നത്, മാറ്റിത്തത്.